ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നിറയെ പൂക്കളുമായിട്ട് പല നിറത്തിലുള്ള പൂക്കളുമായിട്ട് നിൽക്കുന്നത് ഇവരെക്കുറിച്ചാണ് കേട്ടോ. ഇത് നമ്മുടെ ഇംപേഷ്യൻസ് ബാൽസമാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു ബാൽസം ചെടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിന് മുകളിലൊക്കെ ആയി ആ ഒരു ബാൽസം ചെടിയുടെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അന്ന് എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരുപാട് വെറൈറ്റീസ് പുതുതായിട്ട് എൻ്റെ തോട്ടത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-18 വെറൈറ്റിയോളം നാടൻ ബാൽസം, നാടൻ ഇംപേഷ്യൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം, പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ നല്ല പ്യുവറായിട്ടുള്ള വൈറ്റ് ബാൽസാണ് കേട്ടോ. ഉണ്ടോ, വലിയ വലിപ്പമുള്ള ഫ്ലവേഴ്സ് അല്ല, കുഞ്ഞു ഫ്ലവേഴ്സാണ്. ഇത് വലിയ ഹൈറ്റിൽ പോകുന്ന വെറൈറ്റി അല്ല കേട്ടോ. നല്ല ബുഷിയായിട്ട് നിറയെ ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ്. പിന്നെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ലൈറ്റ് റോസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇളം റോസ് കളറുണ്ടല്ലോ, ആ കളർ നമ്മുടെ പനിനീർ റോസിൻ്റെയൊക്കെ ഒരു കളറുണ്ട്, ആ ഒരു കളറിൽ നിൽക്കുന്ന ബാൽസാണ്. പിന്നെ അടുത്തത് ഒരു റെഡ് വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഡാർക്ക് റെഡെന്ന് പറയാൻ പറ്റില്ല, ലൈറ്റ് റെഡെന്നും പറയാൻ പറ്റില്ല, ഇടത്തരമായിട്ട് നിൽക്കുന്ന ഒരു റെഡ് വെറൈറ്റിയാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നല്ല ലൈറ്റ് ഓറഞ്ചിനകത്ത് വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ അത്രയും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ഈ കളേഴ്സ്. അപ്പോൾ ഇത് ലൈറ്റ് ഓറഞ്ച് വൈറ്റ് ഷെയ്ഡ്. പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി പ്യുവറായിട്ടുള്ള റെഡിനകത്ത് വൈറ്റ് വൈറ്റ് സ്പോട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, അത് പൂത്ത് വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഇപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന അതെല്ലാം കട്ട് ചെയ്ത് പുതുതായിട്ട് വെച്ച്, അപ്പോൾ ഞാൻ വെക്കുന്ന സമയത്ത് കാണിച്ചായിരുന്നു, മഴ സമയത്തൊക്കെ ഒരുപാട് ഞാൻ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വെച്ച പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ, ഫ്ലവറായി വന്നിട്ടുണ്ട്. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ചിനകത്ത് ഇതുപോലെ തന്നെ വൈറ്റ് സ്പോട്ട് വരുന്നതാണ് കേട്ടോ. ഇത് റെഡിനകത്ത് വൈറ്റ് സ്പോട്ടും ഇത് നല്ല ഓറഞ്ചിനകത്ത് വൈറ്റ് സ്പോട്ടുമാണ്. പിന്നെ ഇത് ലൈറ്റ് റോസ് ഒന്നും പറയാൻ പറ്റില്ല, വൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ക്രീമും അല്ല, ഒരു വല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കണ്ടോ. ഇതെല്ലാം നിറച്ച് മുട്ടുകൾ കണ്ടോ, എല്ലാം നിറച്ച് മുട്ടുകളാണ്. ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു പീച്ചും അല്ല, ഒരു ലൈറ്റ് പീച്ചും അല്ല, ഡാർക്ക് പീച്ചും അല്ല, ഒരു റെയർ കളറാണ്. പുതുതായിട്ട് എൻ്റെ കയ്യിൽ വന്നൊരു അതിഥിയാണ് കേട്ടോ. ഇതൊക്കെ മുന്നേ ഉണ്ടായിരുന്നതാണ്, ഇത് പുതുതായിട്ട് വന്നതാണ്. നല്ലൊരു ഭംഗിയാണ്. പ്ലാന്റ് ഞാൻ കൊണ്ടുവച്ച് കുറച്ച് നാളായതേ ഉള്ളൂ, നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതും അതുപോലെ ഈ റോസും എൻ്റെ കയ്യിൽ വന്ന പുതിയൊരു അതിഥിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ നേരത്തെ ബ്രൈറ്റ് ഓറഞ്ച് പരിചയപ്പെട്ടല്ലേ, ഓറഞ്ചിൽ വൈറ്റ്, അതിൻ്റെ ആ ഒരു ഓറഞ്ച് തന്നെ വൈറ്റ് സ്പോട്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വേണ്ട, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ചാണ്. നല്ല നമുക്ക് പെട്ടെന്ന് കണ്ണിന് തട്ടുന്നൊരു കളറാണ്, എറിക്കുന്നൊരു കളറാണ്, നല്ല ഭംഗിയാണ്. പിന്നെ ഇതൊരു ചെങ്കല്ല് പോലത്തെ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത്. എനിക്ക് തോന്നുന്നു ഈ ബാൽസങ്ങളിൽ വെച്ചിട്ട്, എല്ലാ ബാൽസവും വെച്ചിട്ട് എനിക്ക് കുറേ കൂടെ ഹൈറ്റിൽ വരുന്നൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചട്ടിയിൽ വെക്കുമ്പോഴായാലും നിലത്ത് വെക്കുമ്പോഴായാലും എല്ലാം കുറച്ച് ഭയങ്കര വലുതായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നിറച്ചും പൂക്കളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നല്ല ഡാർക്ക് പിങ്കിനകത്ത് നമ്മുടെ വൈറ്റ് സ്പോട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വൈറ്റ് സ്പോട്ട് വരുന്ന ഒരു 4-5 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്, അതിനകത്ത് ഒന്നാണിത്. പിന്നെ ഇതൊരു പീച്ചാണ്. പീച്ചിൻ്റെ നടുക്ക് മാത്രം ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡ് പോലെ വരുന്നുണ്ട് കണ്ടോ. നിറയെ ഞാൻ എല്ലാത്തിനകത്ത് ഓരോ കളേഴ്സും ഓരോ ചെടിച്ചട്ടിയിൽ വെക്കും, പക്ഷേ ഇതിനകത്ത് ഞാൻ വെച്ചപ്പോൾ മാറിപ്പോയിട്ടാണ് 2 ഷെയ്ഡ് ഒരു ചെടിച്ചട്ടിയിൽ വന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പീച്ച്, ഈ ഒരു പീച്ച് കളറുണ്ടല്ലോ, ആ പീച്ചിനകത്ത് വൈറ്റ് സ്പോട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ലൈറ്റ് ഓറഞ്ചിൽ വൈറ്റ് സ്പോട്ട് വരുന്നതും തമ്മിൽ നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും തികച്ചും ഡിഫറെൻ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. പീച്ചിനകത്ത് വൈറ്റ്, നല്ല പോലെ വൈറ്റ് സ്പോട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ വൈറ്റ് സ്പോട്ട് വരുന്ന ഒരു 4-5 വെറൈറ്റീസ് ഉണ്ട്, ഈ വൈറ്റ് ഇതിനകത്ത് കളേഴ്സിനകത്ത് സ്പോട്ട് വരുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് തന്നെയാണ് കേട്ടോ, ഈ ഒരു ഷെയ്ഡ് തന്നെയാണ്. പിന്നെ നമുക്ക് എൻ്റെ കയ്യിൽ ഫ്ലവർ ഇപ്പം കാണുന്നില്ല, ഫ്ലവർ ആയിട്ടില്ല. ഈ ഒരു പിങ്ക് ഉണ്ടല്ലോ, ഈ ഒരു പിങ്ക് മാത്രം വരുന്നൊരു ഷെയ്ഡുണ്ട്, ആ ഒരു പിങ്ക് മാത്രം വരുന്നത്. പിന്നെ നമ്മുടെ ഹൈബ്രിഡ് ഓറഞ്ച് കേട്ടോ, അത് കണ്ടോ ആയി വരുന്നതേ ഉള്ളത്. കുഞ്ഞു മൊട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, ഒരു മൊട്ട് വന്നിട്ടുണ്ട്, ഫ്ലവർ വന്നിട്ടില്ല. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അത്.
അതെനിക്ക് ഞാനിവിടെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് ഉണ്ട്. ഇതൊന്നും ഫ്ലവർ ആയിട്ടില്ല, അപ്പോൾ ആയി വരുമ്പോൾ അറിയാം ഏത് കളറാണ്. അപ്പം ഏകദേശം ഒരു 18 വെറൈറ്റിയോളം എൻ്റെ കയ്യിൽ ഇതുപോലത്തുള്ള നാടൻ ബാൽസം ഉണ്ട്. അതുകൂടാതെ പിന്നെ ഈ ഒരു ഹൈബ്രിഡ് ബാൽസം കൂടി വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഗാർഡനെ കൂടുതൽ കളർഫുൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ബാൽസം. ഇടയ്ക്ക് നമ്മളെ ഈ ബാൽസം എനിക്ക് കുറേ പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്യുന്നുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. ഇതിൻ്റെ കട്ടിങ്സ് ആയിരുന്നു ഞാൻ അയച്ചു കൊടുക്കുന്നത്. ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അതിനകത്തുനിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് പ്ലാന്റിന് ഷോർട്ടേജ് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നുകൊണ്ട് പ്ലാന്റിന് കുറച്ച് ഷോർട്ടേജ് വന്നപ്പോൾ ഞാനത് സെയിൽ നിർത്തി. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കാണ് കേട്ടോ, തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ നിന്ന പ്ലാന്റിൽ നിന്നാണ് ഞാനിങ്ങനെ കട്ടിങ്സ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്ത് അതുപോലെ തന്നെ വെച്ച പ്ലാന്റുകളാണ്. ഇപ്പോൾ എല്ലാം ഒരുവിധമൊക്കെ പൂത്ത് വരുന്നുണ്ട്, കുറേ കൂടെയൊക്കെ ഇനി ഫ്ലവറിങ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ബാൽസം, ഞങ്ങളിവിടെയൊക്കെ ബാൽസം എന്ന് പറയും. അപ്പോൾ ബാൽസം എന്ന് പറയുന്നവരുണ്ട്, ചൈനീസ് ബാൽസം എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇംപേഷ്യൻസ് പ്ലാന്റ്സ് എന്നാണ് കേട്ടോ. ഇംപേഷ്യൻസ് എന്നാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി നെയിം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഹൈബ്രിഡ് അല്ല കേട്ടോ. നമ്മൾ ഹൈബ്രിഡ് പലരും മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഹൈബ്രിഡ് ബാൽസം അല്ല, നമ്മൾ പൊതുവായിട്ട് നമ്മുടെ ക്ലൈമറ്റിന്, കേരളത്തിലുള്ള ക്ലൈമറ്റിന് തികച്ചും അനുയോജ്യമായിട്ടുള്ള വെറൈറ്റി ബാൽസമാണ്, ഇംപേഷ്യൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് മുന്നേ ഇത് ഞാൻ കട്ടിങ്സ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിങ്സ് കൊണ്ടുവച്ചാണ് നമ്മുടെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെയുള്ള ആ ഒരു വെയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഒരുപാട് ചൂടടിക്കാൻ പാടില്ലാത്തൊരു വെറൈറ്റിയാണ് നമ്മൾ ഹൈബ്രിഡ് ബാൽസം എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ നാടൻ ബാൽസം എന്ന് പറയുമ്പോൾ വെയിലത്തിരുന്നാലും അതുപോലെ തന്നെ തണലത്തിരുന്നാലും എല്ലാം തന്നെ ഒരുപാട് നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ ഫ്ലവറിങ് നൽകുന്നൊരു പ്ലാന്റാണ്. ഉച്ചയ്ക്കത്തെ വെയിലടിച്ചു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെടി നശിച്ചു പോകുന്നില്ല. എന്നിരുന്നാലും ആ ഇലയ്ക്കൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒരു വാട്ടം ഫീൽ ചെയ്യാം ആ ഉച്ച സമയം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും നിവർന്ന് നിൽക്കുന്ന കാണാം. അപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും ആ ഒരു വെയിൽ കിട്ടത്തക്ക രീതിയിൽ എവിടെ പ്ലാന്റ് വെച്ചിരുന്നാലും ഏറ്റവും നല്ലതാണ്. പിന്നെ പുതുതായിട്ട് നമ്മളിതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്ത് കഴിയുമ്പോൾ, തണ്ടൊടിച്ച് വെച്ച് കഴിയുമ്പോൾ ഒരുപാട് വെയിലത്ത് കൊണ്ട് വെക്കരുത്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈവനിങ് ടൈമാണ് ഇതിൻ്റെ കട്ട് ചെയ്ത് പ്രൊപ്പഗേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈവനിങ് ടൈം കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡിൽ എവിടെയെങ്കിലും, ഏതെങ്കിലും മരത്തിൻ്റെതാണല്ലോ, വാഴയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊക്കെ ആ ചെടിച്ചട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ചൂടും വെയിലും കൊള്ളാത്ത രീതിയിൽ എവിടെയെങ്കിലും ഷെയ്ഡിൽ നമുക്ക് വെക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിനകത്തൊന്നും എടുത്ത് വെക്കരുത് കേട്ടോ. തീരെ വെളിച്ചമില്ലാത്ത സ്ഥലത്തും വെക്കരുത്. നല്ല ബ്രൈറ്റായിട്ട് വെളിച്ചം കിട്ടണം. എന്നാൽ ചൂടൊട്ട് നമ്മളെ പ്ലാന്റിനെ ഏൽക്കാനും പാടില്ല. ആ രീതിയിൽ ഒരു 2-3 ആഴ്ച വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ അറിയാം കേട്ടോ. അതിൻ്റെ ചെറുതായിട്ട് നമ്മൾ ആദ്യം വെക്കുന്ന ലീഫ്, ഈ ഒരു കട്ടിങ്സൊക്കെ വെക്കുന്നെങ്കിൽ ആ മുകളിൽ നമ്മൾ ലീഫുള്ളതൊക്കെ അങ്ങ് പോവും. കുറേയൊക്കെ നമുക്ക് ലീഫ് കട്ട് ചെയ്തിട്ട് വേണം വെക്കാം കേട്ടോ. അപ്പോൾ ലീഫ് എല്ലാം പോവും, പുതുതായിട്ട് ഇലകൾ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ അറിയാം. എന്നിട്ട് നമുക്ക് എടുത്ത് ചെറിയ രീതിയിൽ വെയിൽ കൊള്ളുന്നിടത്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം തന്നെ നമ്മൾ നല്ല വെയിലത്ത് കൊണ്ടുവന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി കേടായി പോകത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നല്ലോ, എൻ്റെ ഓർക്കിഡ് പോട്ടിൽ വളർന്ന് നിൽക്കുന്ന ബാൽസമൊക്കെ കാണിച്ചു തന്നത്. വിത്ത് വീണ് തന്നെ കിളുത്ത് വന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയിട്ട്, ചെറിയൊരു പൊട്ടത്തരം തോന്നിയിട്ട് ചെയ്തതാണ്. നമ്മുടെ സെയിം ഓർക്കിഡിൻ്റെ പോട്ടിങ്സ് യൂസ് ചെയ്തിട്ട് ഒരു തുള്ളി മണ്ണ് പോലും ഇടാതെ നമ്മൾ ഓർക്കിഡിന് യൂസ് ചെയ്യുന്ന പോട്ടിംഗ് മിക്സ് എന്താണ്, നമ്മുടെ തൊണ്ടിൻ്റെ പീസും കരിക്കട്ട ഓടിൻ്റെ പീസും ഒക്കെ ആണല്ലേ, ആ ഒരു 3 സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് ഞാനിത് കട്ട് ചെയ്ത് കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്താണ് കേട്ടോ ഇത് ഒടിച്ച് വെച്ച് കേട്ടോ. നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇതുവരെ കേടൊന്നും ആയിട്ടില്ല, നല്ലപോലെ തന്നെ വളർന്നു കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ നിൽപ്പുണ്ട്. നിറച്ചും പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ മഴയത്ത് കൊഴിഞ്ഞു പോയതാണ്. പക്ഷേ നമ്മൾ സദാ മണ്ണിൽ വെക്കുന്നതിൻ്റെ അത്രയൊരു ചെടിക്ക് ഗ്രോത്ത് തോന്നില്ലെങ്കിലും ചെടികൾ നമ്മൾ ഈ മണ്ണല്ലാത്തത് കൊണ്ട് തന്നെ പ്ലാന്റ് നശിച്ചു പോവില്ല, ആ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെയൊക്കെ നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ പോട്ടിംഗ് മിക്സിലുമൊക്കെ വേണമെങ്കിൽ ഇത് നടാം. അപ്പോഴാണെങ്കിൽ ഈ മഴയത്ത് ചിലർക്കും പ്ലാന്റ് നശിച്ചു പോകുന്നതായിട്ട് കാണുന്നെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഈ രീതിയിൽ നമുക്ക് നട്ട് പരിപാലിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടിൽ തന്നെ കിളുത്ത് വന്ന പ്ലാന്റ് വേണ്ട, ഇപ്പോഴും നല്ല പോലെ ഫ്ലവറിങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. നിറച്ച് നല്ല രീതിയിൽ തന്നെ ഫ്ലവേഴ്സായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് ഓർക്കിഡിൻ്റെ പോട്ടിൽ മിക്സിലാകുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയൊന്നും കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഓർക്കിഡിന് കൊടുക്കുന്ന വളമൊക്കെ ഇവന്മാർക്കും കിട്ടുന്നുണ്ട്. പിന്നെ നല്ലപോലെ വേണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ്, ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അവർ കിളുത്ത് വന്നിരിക്കുന്നത്. ആ വിത്ത് വീണിട്ട് ഇതിൽ കൂടെയൊക്കെ കിളുക്കാവോ, അതിലൂടെ എല്ലാം കിളുത്ത് പുറത്ത് വന്നിട്ടുണ്ട്. പല കളേഴ്സാണ് കേട്ടോ, എല്ലാം ഒരു കളേഴ്സല്ല, പല കളേഴ്സ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്.
അപ്പം ഞാൻ ഈ ബാൽസം ചെടികൾ നല്ല ഭംഗിയില്ല, ഈ കളേഴ്സ് പല കളേഴ്സ് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിനോടുള്ളൊരു താല്പര്യം കൂടുതലായിട്ട് തോന്നിയിട്ട് ഞാനൊരു 10-30ഓളം ചെടിച്ചട്ടിയിൽ നല്ല ഫൈനായിട്ടുള്ള പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മുടെ ഹൈബ്രിഡ് ബാൽസം മേടിച്ച് സെറ്റ് ചെയ്ത് കേട്ടോ. ഹൈബ്രിഡിൻ്റെ ബാൽസത്തിൻ്റെ തൈകൾ കളക്ട് ചെയ്ത് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ തോന്നില്ലേ ആ പൂക്കൾ. നല്ല വലിപ്പമുള്ള പൂക്കളാണ്, വലിയ ഹൈറ്റിലൊന്നും പ്ലാന്റ് പോവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാരണം ഞാൻ മേടിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെല്ലാം കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ അറിഞ്ഞു അത് നമുക്ക് ചൂട് താങ്ങാൻ സാധിക്കില്ല എന്നറിഞ്ഞു. അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ തണുപ്പ് ക്ലൈമറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ തണലത്ത് വെച്ചിട്ട് നല്ലപോലെ വളർത്താം എന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ എൻ്റെ ഭാഗ്യവശാൽ ഒന്നുപോലും കേട്ടോ, എൻ്റെ നിർഭാഗ്യവശാൽ ഒന്നുപോലും തന്നെ പിടിച്ച് കിട്ടിയില്ലെന്നുള്ളതാണ്. അപ്പോൾ പിന്നെയാണ് ഞാൻ അറിയുന്നത് കേട്ടോ, നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ക്ലൈമറ്റിൽ തണുപ്പ് കൂടുതലായിട്ടുള്ള ഹൈ റേഞ്ച് ഭാഗം എന്ന് വെച്ചാൽ വയനാട്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ ഈ ഹൈബ്രിഡ് ബാൽസങ്ങൾ കൂടുതലായിട്ട് അവർ നട്ടു വളർത്തുന്നതായിട്ട് കാണാറുള്ളത്. നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് പല ജില്ലകളിലും വെച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചൂടുകളുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഈ ഒരു ഒരു വലിയ തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു നമ്മുടെ ക്ലൈമറ്റിനകത്ത് ഒട്ടും വളർത്താൻ അനുയോജ്യമായ അല്ലാത്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഹൈബ്രിഡ് ബാൽസം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആ മോഹം വെടിഞ്ഞു കേട്ടോ, ആ മോഹം വെടിഞ്ഞു. പിന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വീണ്ടും എന്ന് വെച്ചാൽ ഇവന്മാരൊട്ടും പുലികളല്ലെന്നല്ല, ഇവന്മാർ പുലികൾ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റം അലങ്കരിക്കാൻ ഇവർക്ക് പറ്റും. നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്, ഹൈബ്രിഡിനെ വെല്ലുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൽസം നട്ടു വളർത്തുന്നവർ തീർച്ചയായിട്ടും നമ്മളെ ക്ലൈമറ്റ് മനസ്സിലാക്കി വേണം നമ്മുടെ ബാൽസം ചെടി നട്ടു വളർത്താൻ. അപ്പം നമ്മുടെ ഈ ക്ലൈമറ്റിന് തികച്ചും നല്ല രീതിയിൽ വെയിലത്തും മഴയത്തും എല്ലാം ഒരുപോലെ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ നാടൻ ബാൽസം, ഇംപേഷ്യൻസ് ബാൽസം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബാൽസം ചെടി എന്ന് പറയുമ്പോൾ ഒരുപാട് ലോങ് ലൈഫായിട്ടുള്ള ഐസുള്ള പ്ലാന്റ് അല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം കണ്ടോ നല്ല ഫ്ലവറിങ് ആയിട്ട് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഫ്ലവറിങ് ഒക്കെ കുറയും. ആ ഒരു സമയത്ത് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഫ്ലവർ ഡെഡായി തുടങ്ങും, കമ്പുകളെല്ലാം മുറ്റിയിട്ട് നിൽക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല അതിൽ നിന്നുള്ള കിളുന്ത് തണ്ടുകളൊക്കെ ഒടിച്ചു വെച്ച് വേറെ വേറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് ചട്ടികളിലോ ഒക്കെ ആക്കാം കേട്ടോ. പിന്നെ എനിക്കുള്ള അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടിച്ചട്ടിയിൽ വെക്കുന്ന പ്ലാന്റിനെക്കാട്ടിയും കുറച്ചുകൂടെ ലൈഫ് ടൈം എന്ന് വെച്ചാൽ കൂടുതൽ നാളും കൂടി നിൽക്കുന്നതായിട്ട് നിലത്ത് വെക്കുന്ന പ്ലാന്റ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ 1-2 പ്ലാന്റ് ആദ്യം നിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരുപാട് നാൾ എൻ്റെ ചെടിച്ചട്ടിയിൽ വെച്ചതിൻ്റെ കൂടെ ഞാൻ നിലത്ത് വെച്ചത് ആയിരുന്നു ആദ്യത്തെ പ്ലാന്റ് കേട്ടോ. ഇപ്പോൾ ഇല്ലത്, അത് നിറച്ച് പൂക്കളുമായിട്ട് ഒരുപാട് നാൾ നിന്നു. എൻ്റെ ചെടിച്ചട്ടിയിലെ പ്ലാന്റ് പോയതിന് ശേഷവും നല്ല രീതിയിൽ ആ പ്ലാന്റ് നിന്നു. ഞാൻ പിന്നെ അതിൽ നിന്ന് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ വെക്കുന്നതിൻ്റെ കൂടെ നമുക്ക് നിലത്ത് എവിടെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ സ്പേസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് നിലത്ത് വെക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ചെടിച്ചട്ടിയിൽ നമുക്ക് ഈ ഒരു ഹൈറ്റ് കണ്ടോ, ഈ ഒരു ഹൈറ്റിലേക്ക് നമുക്ക് ഒരുപാട് വലിയ ഹൈറ്റിൽ പോവില്ല, കൊടുക്കുന്ന വളം കൂടി അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ പക്ഷേ അതിനെക്കാട്ടിയും ഒരുപാട് നല്ല ഹൈറ്റിലും നല്ല ഫ്ലവറിങ്ങും കുറച്ചുകൂടെ ചെടിക്ക് നല്ല രീതിയിൽ ഗ്രോത്തും എല്ലാം ലൈഫ് ടൈമും എല്ലാം നമുക്ക് നിലത്ത് വെക്കുന്ന പ്ലാന്റിനെ കാണാൻ സാധിക്കും. അപ്പോൾ ആകെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ വീട്ടിൽ കുഞ്ഞു പട്ടിക്കുട്ടിയോ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നിലത്ത് വെക്കുന്ന പ്ലാന്റ് പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. എന്ന് വെച്ചാൽ പിള്ളേർ ബോൾ തട്ടുമ്പോഴും പട്ടി ഓടുമ്പോഴും ഒക്കെ തട്ടി ഓടിയാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നിലത്ത് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ട് പിന്നെ മഴയും കാറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വീഡിയോ കഴിയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ നമ്മുടെ ബാൽസം, ഇംപേഷ്യൻ്റ് ബാൽസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.